ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്നെൻ്റെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ദിവസം വാതിലുകളെ കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. യെരൂശലേമിൻ്റെ വാതിലുകളും കതകുകളും ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നത് കിട്ടുന്ന വാർത്ത അറിഞ്ഞപ്പോൾ നെഹമ്യാവ് കരയുകയും ഉപവസിക്കുകയും ചെയ്തതായിട്ട് നാം കണ്ടു. അതുപോലെ ഈ യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുവാനായിട്ട് അവർ തുടങ്ങുന്നതായിട്ട് നാം കണ്ടു. ഓരോ മതിലുകളും 10 മതിലുകളുണ്ട്. യെരൂശലേമിൻ്റെ 10 മതിലുകളും അവർ പണിയുന്നുണ്ട്. ആ മതിലുകളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഡയറക്റ്റ് നമ്മളോടുള്ള ജീവിതത്തിൽ വാതിലുകൾ അല്ലെങ്കിൽ മതിലുകൾ ആട്ടിൻ വാതിൽ പണിയുന്നതിനെക്കുറിച്ച് നമ്മളോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ വാതിലുകൾ പണിയുന്ന ഓരോ വാതിലുകളും പണിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലുള്ള വാതിലുകൾ അത് പണിതിട്ടുണ്ടോ, അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായിട്ട് നമുക്ക് ഉള്ളത് ആട്ടിൻ വാതിലാണ്. അത് നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് കാണുന്നു. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ചു, അതിൻ്റെ കതകളും വെച്ചു. ഇവിടെ നമുക്ക് കാണുന്നത് ആട്ടിൻ വാതിൽ പണിയുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ വാതിൽ ആരാണ് എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 10-ൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്ന യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആടുകളുടെ വാതിൽ, അന്നവർ ആടുകളുടെ വാതിൽ പണിയേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് നമ്മൾക്ക് ആടുകളുടെ വാതിൽ പണിയപ്പെട്ടതായിട്ടിരിക്കുകയാണ്. ആരാണ് ആടുകളുടെ വാതിൽ? നമ്മുടെ കർത്താവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല കർത്താവ് പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവാകുന്ന വാതിൽ കൂടെ കടന്നെങ്കിൽ മാത്രമേ, ആട്ടിൻ വാതിലാണ്, വാതിൽ കൂടെ കടന്നെങ്കിൽ മാത്രമേ, ആ വാതിൽ കൂടെ കടന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 11-ാം വാക്യത്തിൽ നാം കാണുന്ന, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതെ, അവർ ആട്ടിൻവാതിൽ പണിതുവെങ്കിൽ ഇന്ന് നമ്മുടെ കർത്താവ് നല്ല ഇടയനായിട്ട് നമ്മൾക്കുണ്ട്. നല്ല ഇടയനായിട്ട് ആടുകൾക്ക് വേണ്ടി വാതിലായിട്ട് ഇന്ന് കർത്താവുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുകയും തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. തനിക്കുള്ള ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വാതിൽ കൂടെ കടന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ. നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് ചെയ്ത കാര്യമാണ് നാം 11-ാം വാക്യത്തിൽ കാണുന്നത്. ഈ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല എന്ന് കാണുന്നുണ്ട്. ഞാൻ 1-ന്റെ 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവിടെ ആടായിട്ട് പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനു വേണ്ടി വന്നു? നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. യോഹന്നാൻ 1:12 നാം കാണുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു. നാം ആ കർത്താവിനെ നമ്മുടെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നാം യോഹന്നാൻ 3:16 പറയുന്ന പോലെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവചനം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട്
നാം കർത്താവിനെ നമുക്ക് വേണ്ടി വന്ന കർത്താവ് പാപം ചുമക്കുവാനായിട്ട് വന്ന കർത്താവിൻ്റെ മേൽ നമ്മുടെ പാപങ്ങൾ ഇട്ടുകൊടുത്ത് നാം കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ ഏകദൈവവും ഏകരക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. നാം ആ ദൈവത്തിൻ്റെ കർത്താവ് ക്രിസ്തുവാകുന്ന ആ വാതിൽ കൂടെ അകത്ത് കടക്കുന്നവരായിട്ട് തീരും. ആ നല്ലയിടയൻ നമ്മൾക്ക് വേണ്ടി ജീവനെ തന്നത് നമ്മെ അകത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അകത്ത് പോയവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഭാഗ്യമുള്ളവരാണ്. എന്നാൽ ആരെങ്കിലും ഈ ആട്ടിൻ വാതിലിൽ കൂടെ അകത്ത് കടക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. ഇന്ന് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്ക് മതിയായവനാണെന്ന് വിശ്വസിച്ച് അവനെ ദൈവവും ഏകരക്ഷകനും ദൈവവുമായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകും, നിത്യജീവൻ അവകാശികളാകും. അവിടെ പറയുന്നത് 28-ാം വാക്യത്തിൽ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. അതെ, പിന്നെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. നമ്മൾ ആ വാതിലിൻ്റെ അകത്തുകൂടി കിടന്നാൽ കർത്താവ് പറയും, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നാം ഈ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വാതിൽ കൂടെ കടന്ന് നിത്യജീവൻ പ്രാപിച്ചവരാണോ, ദൈവത്തിൻ്റെ മക്കളാണോ? അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടിയും ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ആദ്യ സ്നേഹം രക്ഷിക്കപ്പെട്ട നാളിലുള്ള സ്നേഹം നമ്മളിലുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നമ്മളിവിടെ കാണുന്നത് ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. നമ്മൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. നാം ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഡെയിലി നിമിഷം തോറും നമ്മൾ ക്രിസ്തുവിൻ്റെ ശബ്ദമാണോ കേൾക്കുന്നത്, അതോ ഈ ലോകത്തിൻ്റെ ശബ്ദമാണോ കേൾക്കേണ്ടത് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ആടുകൾ അവനെ അനുഗമിക്കുന്നു. നാം ഇന്ന് ഈ ലോകത്തിൻ്റെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? അതിനെയാണോ അനുഗമിക്കുന്നത്? അതോ ഈ ആട്ടിടയനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം അറിഞ്ഞിട്ട് അവനെയാണോ അനുഗമിക്കുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഭാഗ്യം, കാരണം നമ്മൾക്ക് ദൈവം തന്നതാണ്. ആ വാതിൽ കൂടെ കടക്കുവാനുള്ള ഭാഗ്യം നമുക്ക് തന്നു. എന്നാൽ അകത്ത് എത്തിയവരായ അകത്ത് കടന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സന്തോഷമുണ്ടോ? ആദ്യ സ്നേഹം, ആ സന്തോഷം നമ്മൾക്കുണ്ടോ? ഇല്ല എങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ട അതേ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് എന്ന ആദ്യദാനം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കാത്തവരായിട്ടാണോ നാം ജീവിക്കുന്നത്, അതോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? മൂന്നാമതായിട്ട് ആട്ടിടേൻ്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ടോ? ദിനം പ്രതി ആട്ടിടേനായ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും അവനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടോ? അതോ നമ്മൾ ഈ ലോകത്തിൻ്റെ ശബ്ദമാണോ കേൾക്കുന്നത്? അവസാനമായിട്ട് നാം അവനെ അനുഗമിക്കുന്നവരോ അതോ ഈ ലോകത്തെ അനുഗമിക്കുന്നവരോ? നാം വരുന്ന ദിവസങ്ങളിൽ ഇസ്രായേൽ മക്കൾ, നെഹമ്യാവും ഇസ്രായേൽ മക്കളും കൂടി ആട്ടിൻ വാതിൽ അവർ പണിത് ഉറപ്പിച്ചു. അത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആ വാതിലായിട്ട് വന്നു, നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് നമ്മൾ അകത്ത് കിടന്ന ഇതിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.